വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു, അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഭൂപ്രദേശത്തിന്റെ പേര് തന്നേക്കാണ്, എന്നിട്ട് ആ ഭൂപ്രദേശം എവിടെയാണെന്ന് ചോദിച്ചേക്കണേ. ഭൂപ്രദേശം ഇതാണ്, ദോക്ലാം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ദോക്ലാം എന്നാണ് ഭൂപ്രദേശത്തിന്റെ പേര്. അപ്പൊ ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. അടുത്തത്, ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇങ്ങോട്ടാണ്, ബംഗ്ലാദേശിലേക്ക്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് ത്രിപുര എന്നാണ്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. ദോക്ലാം എന്ന് പറയുന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. അടുത്തത്, തീൻ ബെഗ ഇടനാഴി. എന്താണ് തീൻ ബെഗ? തീൻ ബെഗ ഇടനാഴി ഒരു ഇടനാഴിയുടെ പേരാണ് തീൻ ബെഗ ഇടനാഴി എന്നത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാളിലാണ്. തീൻ ബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഇനി അടുത്തത്, പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ്? പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അടുത്തത്, ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? മക്മോഹൻ ലൈൻ എന്നാണ്. ഇന്ത്യ ചൈന അതിർത്തി രേഖയ്ക്ക് വിളിക്കുന്ന പേര് മക്മോഹൻ ലൈൻ എന്നാണ്. അടുത്തത്, ഇന്ത്യ പാക് അതിർത്തി ലൈന് വിളിക്കുന്ന പേര് എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനെയും അതിർത്തി പങ്കിടുന്നത് ഏത് പേരിലാണ് അതറിയപ്പെടുന്നത്? റാഡ്ക്ലിഫ് എന്ന പേരിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ആളാണ് ഇതിന് നേതൃത്വം നൽകിയത് അല്ലെ. അതുകൊണ്ടാണ് റാഡ്ക്ലിഫ് ലൈൻ എന്നതിന് പേര് വന്നത് എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇനി അടുത്തത്, ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് ഏതാണ്? ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്കാണ്. ഏതാണ്? പാക് കടലിടുക്കാണ്. അപ്പൊ ദോക്ലാം എന്ന് പറയുന്ന ഭൂപ്രദേശം സിക്കിമിലാണ്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. തീൻബെഗ ഇടനാഴി വെസ്റ്റ് ബംഗാളിലാണ്. പാകിസ്ഥാനുമായി കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത് രാജസ്ഥാനാണ്. ഇന്ത്യ ചൈന മക്മോഹൻ ലൈൻ, ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് ലൈൻ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാ പറയേണ്ടത്? ഭൂട്ടാനാണ് ഉത്തരം പറയേണ്ടത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത്, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യത്തോടാണ്? ബംഗ്ലാദേശിനോടാണ്. ഇന്ത്യ കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് കൺട്രിയോടാണ്? ബംഗ്ലാദേശിനോടാണ്. അടുത്തത്, ഇന്ത്യയുടെ തെക്കു ഭാഗത്തായി കിടക്കുന്ന അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ തെക്കു ഭാഗത്തായി കിടക്കുന്ന അയൽ രാജ്യം ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ, അടുത്തത് ഇന്ത്യക്ക് അതിർത്തിയുണ്ട്, അതിർത്തികളിൽ സമുദ്രമില്ലാത്ത ദിക്ക് ഏതാണ്? ഇന്ത്യയുടെ അതിർത്തിയിൽ സമുദ്രം ഇല്ലാത്ത ദിക്ക് ഏതാണ്? ഇന്ത്യയുടെ അതിർത്തിയിൽ സമുദ്രം ഇല്ലാത്ത ദിക്ക് ഏതാണ്? വടക്കു ഭാഗത്താണ് അല്ലെ. ഏറ്റവും മോൾ ഭാഗത്ത് നമ്മള് ഇന്ത്യ വരയ്ക്കുമ്പോ ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ ഭാഗത്താണ് എന്തില്ലാത്തത്? സമുദ്രം ഇല്ലാത്തത്. അപ്പൊ ഇന്ത്യയുടെ വടക്ക് ഹിമാലയ പർവ്വതം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ എന്ന് നമ്മൾ പഠിക്കില്ല. അപ്പൊ ഇന്ത്യയുടെ അതിർത്തിയിൽ സമുദ്രം ഇല്ലാത്ത ദിക്ക് ഏതാ? വടക്കാണ് അല്ലെ. ഇന്ത്യയിലെ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത്, കിഴക്കൻ പാകിസ്ഥാൻ, ഇന്ത്യയിലല്ല, കിഴക്കൻ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? കിഴക്കൻ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ബംഗ്ലാദേശിനെയാണ്. അപ്പൊ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ബംഗ്ലാദേശിനെയാണെന്ന് ഓർക്കുക. ഇന്ത്യയുമായി കര അതിർത്തി
അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്ര? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളുണ്ട് എന്നാ ചോദിക്കണേ. 7 രാജ്യം. കര അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളുണ്ട്? 7 രാജ്യം. അടുത്തത്, ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന ഒരു അയൽ രാജ്യം ഏതാണ്? സമുദ്ര അതിർത്തി പങ്കിടുന്ന ഒരു അയൽ രാജ്യം ഏതാ? ശ്രീലങ്ക. ഏതാണ്? പാകിസ്ഥാൻ, അതുപോലെ തന്നെ ചൈന, ശ്രീലങ്ക, നേപ്പാൾ എന്നൊക്കെ ഉത്തരം തന്ന, ബംഗ്ലാദേശ് എന്നൊക്കെ ഓപ്ഷനിൽ തന്ന ഏതാ നമ്മൾ പറയാ? ശ്രീലങ്ക പറയാം. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത് ബംഗ്ലാദേശാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ അയൽ രാജ്യം ശ്രീലങ്കയാണ്. അടുത്തത്, കൂടുതൽ അതിർത്തി ഇന്ത്യയുടെ കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏതാണ്? ഇന്ത്യ അതിർത്തി പങ്കിടുന്ന അതിർത്തി ഇല്ലാത്ത സമുദ്രം, ഇന്ത്യയുടെ അതിർത്തിയിൽ സമുദ്രം ഇല്ലാത്ത ദിക്ക് ഏതാണെന്നാണ് ചോദ്യം, അല്ലെ? ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രം ഇല്ലാത്ത ദിക്ക് ഏതാണ്? വടക്കാണ്. അപ്പോൾ ഇന്ത്യയുടെ തെക്കുഭാഗത്ത് കിടക്കുന്ന അയൽ രാജ്യം ശ്രീലങ്ക, ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്, ഇന്ത്യയുടെ ചെറിയ അയൽ രാജ്യം ഭൂട്ടാൻ, ഇന്ത്യയുടെ അതിർത്തികളില് സമുദ്രം ഇല്ലാത്ത ദിക്ക്, അതാണ് ആ ചോദ്യം കേട്ടോ. ഇന്ത്യയുടെ അതിർത്തികളില് സമുദ്രം ഇല്ലാത്ത ദിക്ക് ഏതാണ്? വടക്കാണ്. കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. സമുദ്രം, അല്ലെ? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. അടുത്ത, ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ എന്ന് ചോദിച്ച ഏതാ പറയാ? ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യത്തോടാണ്? ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനിനോടാണ്. ആരോടാണ്? അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്നത് ഏതിനോടാണ്? അഫ്ഗാനിസ്ഥാനിനോടാണ്. ഇനി അടുത്തത്, പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഇന്ത്യക്കാരനാണ് മിഹിർ സെൻ. പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഇന്ത്യക്കാരൻ ആരാണ്? മിഹിർ സെൻ ആണ്. ആരാണ്? മിഹിർ സെൻ ആണ്. ഛോട്ടാ നാഗ്പൂർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ തന്നേക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു പർവ്വതമാണോ, നദിയാണോ, പട്ടണമാണോ, പീഠഭൂമിയാണോ? ഛോട്ടാ നാഗ്പൂർ എന്താണ്? പീഠഭൂമിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ഇനി അടുത്തത്, നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. എന്താണ്? സർവേ ഓഫ് ഇന്ത്യയാണ്. ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് ഏതാണ്? സർവേ ഓഫ് ഇന്ത്യയാണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? ലക്ഷദ്വീപില് എത്ര ദ്വീപുകളുണ്ട് എന്നാണ് ചോദ്യം. ഏതാണ്? 36 ദ്വീപുകള്. അടുത്തത്, സൂര്യൻ ഉദിക്കുന്നതും സൂര്യന്റെ ഉദയവും അതുപോലെ തന്നെ അസ്തമനവും, അല്ലെ? അസ്തമയവും കാണുന്നത് എവിടെയാ കാണാൻ പറ്റുക? കന്യാകുമാരി. അപ്പൊ സൂര്യന്റെ ഉദയാസ്തമയങ്ങൾ കാണുന്നത് കന്യാകുമാരിയിലാണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം 36 ആണ്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യയാണ്. ഛോട്ടാ നാഗ്പൂർ ഒരു പീഠഭൂമിയാണ്. അതുപോലെ പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഇന്ത്യക്കാരൻ മിഹിർ സെൻ ആണ്. ഇന്ത്യയുമായിട്ട് ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഏതാണ്? ഉത്തർപ്രദേശ്. കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം ഇതാണ്, കോറമാൻഡൽ തീരം എന്താണ്? കോറമാൻഡൽ തീരം ഇന്ത്യയെ ഏത് തീരദേശവുമായി ബന്ധിപ്പിക്കുന്നു? കിഴക്കൻ തീരദേശം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്.
കോറമാൻഡൽ തീരം ഇന്ത്യയുടെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോറമാൻഡൽ തീരം ഇന്ത്യയുടെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരദേശം. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടമാണ്. ഏതാണ്? അഗസ്ത്യാർകൂടം. റാൻ ഓഫ് കച്ച് എന്താണ്? റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഒരു ഇക്കോ ടൂറിസം പദ്ധതിയാണോ, കണ്ടൽ കാടാണോ, ദേശീയ സമുദ്ര ഉദ്യാനമാണോ, ശുദ്ധജല തടാകമാണോ എന്നാ ചോദിച്ചത്. ഉത്തരം റാൻ ഓഫ് കച്ച് ദേശീയ സമുദ്ര ഉദ്യാനമാണ്. റാൻ ഓഫ് കച്ച് ഒരു ദേശീയ സമുദ്ര ഉദ്യാനമാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത്, ഇന്ത്യയിൽ എത്ര സമയ മേഖലകളുണ്ട്? ഇന്ത്യയിൽ എത്ര സമയ മേഖലയുണ്ട്? ഇന്ത്യയിൽ ഒരു സമയ മേഖലയേ ഉള്ളൂ. ഇന്ത്യയിൽ എത്ര സമയ മേഖലയുണ്ട്? ഒരു സമയ മേഖല. അടുത്തത്, ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രത്തിന്റെ പേര് ഇന്ത്യൻ മഹാസമുദ്രം എന്നാണ്. ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. അടുത്തത്, ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. അടുത്തത്, ഇന്ത്യൻ ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെ സൂചിപ്പിക്കുന്നു? വടക്ക്. ഇന്ത്യൻ ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെ സൂചിപ്പിക്കുന്നു? വടക്ക്. അടുത്തത്, ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം 1. റാൻ ഓഫ് കച്ച് എന്നത് ഒരു ദേശീയ സമുദ്ര ഉദ്യാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാണ്. കോറമാൻഡൽ തീരം ഇന്ത്യയുടെ കിഴക്കൻ തീരമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം, തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ എന്താണ്? തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമിലാണ്. അടുത്തത്, ടീസ്റ്റ എന്തിന്റെ പോഷക നദിയാണ്? ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം, ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദയാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദയാണ്. അടുത്ത ചോദ്യം, ധാതുക്കളുടെ കലവറ എന്താണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നു. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഏതാണ്? ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും
ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. ടീസ്റ്റ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. തർക്കരഹിത പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. അടുത്തത് പ്രസിദ്ധമായിട്ടുള്ള ജോഗ വെള്ളച്ചാട്ടം. പ്രസിദ്ധമായ ജോഗ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്. ജോഗ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്. അടുത്തത് ഹീരാക്കുഡ് നദീതട പദ്ധതി. ഹീരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഹീരാക്കുഡ് നദീതട പദ്ധതി എവിടെയാണ്? ഒഡീഷയിലാണ്. അടുത്തത് ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിളിക്കുന്നത് സിയാച്ചിനെയാണ്. എന്തിനെയാണ്? സിയാച്ചിനെയാണ്. ഇനി അടുത്തത് കേരളത്തിലെ കപ്പൽ നിർമ്മാണശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കപ്പൽ നിർമ്മിക്കുന്നത് കേരളത്തിൽ കപ്പൽ നിർമ്മിക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്തത് സെല്ലുലാർ ജയിൽ എവിടെയാണ്? സെല്ലുലാർ ജയിൽ കാണപ്പെടുന്നത് ആൻഡമാനിലാണ്. സെല്ലുലാർ ജയിൽ എവിടെ കാണപ്പെടുന്നു? ആൻഡമാനിൽ കാണപ്പെടുന്നു. സെല്ലുലാർ ജയിൽ എവിടെയാണ്? ആൻഡമാനിലാണ്. അടുത്തത് ഗീർ വനം എവിടെയാണ്? ഗീർ വനം ഗുജറാത്തിലാണ് അല്ലെ. ഗീർ വനം എവിടെയാണ്? ഗുജറാത്തിലാണ്. അടുത്തത് ബോറോ ഗുഹ ഏത് സംസ്ഥാനത്താണ്? ബോറോ ഗുഹ ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ ബോറോ ഗുഹ ആന്ധ്രാപ്രദേശിലാണ്. ഗീർവനം അല്ലെ, ഗീർവനം സിംഹങ്ങള് കാണപ്പെടുന്ന ഗീർവനം ഗുജറാത്തിലാണ്. സെല്ലുലാർ ജയിൽ ആൻഡമാനിലാണ്. കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല കൊച്ചിയിലാണ്. അതുപോലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി സിയാച്ചിനാണ്. ഹീരാക്കുഡ് എവിടെയാണ്? ഒഡീഷയിലാണ്. ജോഗ വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ്. എവിടെയാണ്? ശരാവതി നദിയിലാണ്. അടുത്തത് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഏത് സംസ്ഥാനത്താണ് ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. എവിടെയാണ്? രാജസ്ഥാനിലാണ്. അടുത്തത് ഗംഗ യമുന നദികൾ സംഗമിക്കുന്നത് എവിടെയാണ്? അലഹബാദിലാണ്. അലഹബാദിലാണ് ഗംഗ യമുന നദികൾ സംഗമിക്കുന്നത്. ഇതിപ്പോ ഓപ്ഷനിലുള്ള ഉത്തരാണ്. പുതിയ പേരൊക്കെ മാറിയതൊന്നും നമ്മളിപ്പോ ഇതിൽ പറയുന്നില്ല. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. അടുത്തത് ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ്. അടുത്തത് രവി ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധുവിന്റെ പോഷക നദിയാണ്. അടുത്തത് 7 ദ്വീപുകളുടെ നഗരം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? മുംബൈനെയാണ്. 7 ദ്വീപുകളുടെ നഗരം മുംബൈയാണ്. രവി സിന്ധുവിന്റെ പോഷക നദിയാണ്. ഡക്കാൻ പീഠഭൂമിയിൽ കറുത്ത മണ്ണാണ്. ഗംഗാ യമുന സംഗമസ്ഥാനം അലഹബാദാണ്. താർ മരുഭൂമി രാജസ്ഥാനിലാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വൂളാറ്, ചിൽക്ക, പുലിക്കാട്ട്, വേമ്പനാട്. ഏറ്റവും വലുത് ചിൽക്ക തടാകമാണ്. അടുത്തത് നദികൾ ഇല്ലാത്ത യൂണിയൻ ടെറിറ്ററി കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. നദികൾ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ
അക്ഷാംശരേഖ ഏതാ? അക്ഷാംശരേഖ ഉത്തരായന രേഖയാണ്. ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഉത്തരായന രേഖ. നദികളില്ലാത്ത യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ്. ഏറ്റവും വലിയ തടാകം ഇന്ത്യയിലെ ചിൽക്ക തടാകം. അപ്പൊ ഇത്രയാണ്. അപ്പൊ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പൊ 2 ദിവസവുമായി നമ്മള് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു. ഇത്തരം ക്വസ്റ്റ്യൻസും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടാവാനും സഹായിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് മുന്നോട്ട് പോവാട്ടോ.